ദിനാശംസ ആദ്യമായിട്ട് നേരുന്നു. എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന്. താങ്കളുടെ ഈ ഒരു പ്രൊഫഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു റെക്കോർഡ് സൃഷ്ടിക്കാനുണ്ടായ ഒരു ആശയം എന്തായിരുന്നു മനസ്സിൽ? ഞാൻ 2003 ഒരു 10 മണിക്കൂർ തുടർച്ചയായിട്ട് തബല വായിച്ചു. 2004 ഒരു 13 മണിക്കൂർ. ഈ 2 പ്രോഗ്രാമും കടലുണ്ടി ചിന്മയ യുവകേന്ദ്രയാണ് സംഘടിപ്പിച്ചത്. ഇതിൻ്റെ ലക്ഷ്യം മതമൈത്രിക്ക് വേണ്ടിയായിരുന്നു. ഈ 2 പ്രോഗ്രാം കഴിഞ്ഞ ശേഷം ചേച്ചിയുടെ മകള് സൂര്യ അവരാണ് ഗിന്നസിൻ്റെ അഡ്രസ്സ് കണ്ടെത്തിയിട്ട് അതിലേക്ക് അയച്ചതും. അന്നത്തെ 46 മണിക്കൂർ പ്രസാദ് ചൗധരിയുടെ റെക്കോർഡ് 50 മണിക്കൂർ നമ്മൾ അപേക്ഷ കൊടുക്കുകയും നമ്മുടെ ജനങ്ങളുടെ സ്നേഹം കൊണ്ടും ദൈവാധീനം കൊണ്ടും അത് 57 മണിക്കൂറായി റെക്കോർഡ് വന്നു. അതിനുശേഷം ഈ ഏപ്രിൽ 2-ാം തീയതി നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം കൂടെ നമുക്ക് 102 മണിക്കൂറിൻ്റെ പുറത്ത് നമുക്ക് വായിക്കാൻ സാധിച്ചു. ഈ 101 മണിക്കൂർ എന്ന യജ്ഞം തുടങ്ങുന്നതിന് മുൻപ് ഇതിന് എന്തെങ്കിലും മുൻകരുതലുകൾ നടത്തിയിട്ടുണ്ടോ? മാനസികമായിട്ടും ശാരീരികമായിട്ടും പ്രാക്ടീസ്, പിന്നെ ദൈവാധീനം, പിന്നെ നമ്മൾ സ്നേഹിക്കുന്ന ജനങ്ങളുടെ എന്താ പറയുക അകമഴിഞ്ഞ പ്രാർത്ഥന, അതാണ് അതിൻ്റെ വിഷയം. ആ പ്രാർത്ഥനയ്ക്ക് ശരിക്കും ഒരു നന്ദി എന്നുള്ള വാക്കിലുപരി നമ്മുടെ ജന്മം മുഴുവനും അതിന് ആ സ്നേഹത്തിന് മുമ്പിൽ കടപ്പാടുണ്ട്. ഇതേ സമയത്ത് അറിയിക്കുകയാണ്. ആ ഒരു 101ാമത്തെ മണിക്കൂറിൽ എത്തിയപ്പോൾ മനസ്സിലുണ്ടായ വികാരം എന്തായിരുന്നു? 101 മണിക്കൂർ അത് ആ പ്രോഗ്രാം തുടക്കം മുതൽ നമ്മളെ ജനങ്ങളുടെ സ്നേഹം നമുക്ക് നേരിട്ട് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ അവസ്ഥ തന്നെ നമ്മൾ 101 മണിക്കൂറിലുള്ളതും. ശരിക്കും ജനങ്ങളുടെ സ്നേഹം കൊണ്ടാണ്, ജനങ്ങൾ സ്നേഹം വലിച്ച് 101 മണിക്കൂറിൻ്റെ പുറത്ത് കൊണ്ട് ഇട്ടെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ആവേശം കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? തീർച്ചയായും നമ്മുടെ ലക്ഷ്യം സഫലീകരിച്ചു. കാരണം നമ്മൾ മാനവ മൈത്രി ലോക സമാധാനത്തിനുള്ള ആശയത്തിന് വേണ്ടിയിട്ടാണ് ഈ ഇത് സംഗതി ചെയ്തത്. അത് പ്രത്യക്ഷത അത് വിജയിച്ചു എന്ന് വിശ്വസിക്കുന്നു. പൊതുവേ നമ്മൾ ഈ മാനവ മൈത്രി എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് പലരും ഈ പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സെമിനാർ അതൊക്കെയാണ് സംഘടിപ്പിക്കാറ്. പൊതുവെ ഈ കലയിലൂടെ എന്തുകൊണ്ടാണ് ഈ മാനവ മൈത്രി എന്നുള്ള ലക്ഷ്യം? അത് ഏതൊരു എന്താ പറയുക ഏതൊരു ജീവിക്കും അത് ഉൾക്കൊള്ളാൻ കഴിയും എളുപ്പത്തിൽ. അത് പ്രകടമായി കണ്ടല്ലോ കടലുണ്ടിൽ നമ്മൾ കാണുകയും ചെയ്തു. ഈ ഒരു ഫീൽഡിലേക്ക് വരാനുണ്ടായ ഫീൽഡിൽ ഞാൻ 5-ാം വയസ്സിൽ തബല പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് എൻ്റെ അമ്മയുടെ വീട്ടിൽ അമ്മയുടെ അച്ഛൻ അമ്മാവന്മാരൊക്കെ കലാകാരന്മാരാണ്. അവരുടെ പ്രോത്സാഹനം, അവർ എന്നിലെ ടാലൻറ്റ് കണ്ടെത്തിയിട്ട് തബലയിലേക്ക് നീക്കിവിട്ടതാണ്. അമ്മയുടെ വീട്ടിൽ എല്ലാ ബുധനാഴ്ചയും ഭജന ഉണ്ടാകാറുണ്ട്. ആ ഭജനയ്ക്ക് ആണ് ആദ്യമായിട്ടെൻ്റെ അരങ്ങേറ്റങ്ങൾ. തീർച്ചയായിട്ടും ആ ഒരു കൾച്ചറാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊന്ന് പറയാമോ? സ്കൂൾ വിദ്യാഭ്യാസം കടലുണ്ടി LP സ്കൂളാണ്. LP സ്കൂൾ വിദ്യാഭ്യാസം. എൻ്റെ അമ്മ വർക്ക് ചെയ്ത സ്കൂൾ കൂടിയാണത്. പിന്നെ ചാലിയം ഉമ്പിച്ചേജി സ്കൂൾ, പിന്നെ സാബർണിസ് ഗുരുവായൂർ കോളേജ് കോഴിക്കോട്. ഇതാണ് വിദ്യാഭ്യാസം. തീർച്ചയായിട്ടും LP സ്കൂൾ മുതലേ ഞാൻ മത്സരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. വലിയൊരു അനുഗ്രഹം കൂടിയാണ് മത്സരങ്ങളുടെ പരിചയം. നമുക്കൊരു കോൾ വരുന്നുണ്ട്, നോക്കാം. ഹലോ ഹലോ, ആരാണ് വിളിക്കുന്നത്? ശ്രീജ. വിഷു ആശംസകൾ ശ്രീജ. എവിടുന്നാ വിളിക്കുന്നത് ശ്രീജ? ഒലിപ്രങ്കടവെന്നാണ്. എന്ത് ചെയ്യാ ശ്രീജ? ടീച്ചറാണ്. ഓക്കെ, അപ്പോ നമ്മുടെ കൂടെ ഉള്ളത് ശ്രുതിയ കടലുണ്ടിയാണ്. സംസാരിച്ചോളൂ. ഹലോ സുധീർ. നമസ്കാരം. എവിടെയാ വർക്ക് ചെയ്യുന്നത്? കൊണ്ടോട്ടി സ്കൂൾ. ഓക്കെ, നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ നമ്മളെ? അതെല്ലേ. ഓക്കെ, എന്താ അഭിപ്രായം ആ പരിപാടിയെ പറ്റി? അതല്ലേ, സന്തോഷം. അതെല്ലേ. ലൈവായിട്ടും അത് നമ്മളെ റീജിയണൽ ചാനൽ വലിയൊരു എന്താ പറയാ വലിയൊരു കാര്യം നമുക്ക് ചെയ്തു തന്നല്ലോ അല്ലേ? അതെ അതെ. അത് കഴിഞ്ഞ മുതൽ ഞങ്ങൾ തന്നെ ഇപ്പൊ പ്രോഗ്രാം കണ്ട് വീട്ടിലെത്തിയിരിക്കുന്ന സമയത്ത് മിക്കവാറും താളാണ്. ഫാൻ കറങ്ങുമ്പോ ഒരു താളം, നമ്മള് ശ്രദ്ധിക്കുമ്പോ പോലും ഒരു അല്ല. അതിലിപ്പോ ശരിക്കും ഞാൻ വിജയിച്ചു എന്ന് വിചാരിക്കാം അല്ലേ? നമ്മൾ അതില് ഞാൻ വിജയിച്ചു എന്ന് വിചാരിക്കട്ടെ. നിങ്ങൾ ഓരോ നിമിഷത്തിൽ അത് മനസ്സിലുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാവുമ്പോ 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൊട്ടിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. അതെ അതെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് 2 ദിവസം എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഹാങ് ഓവർ? അത് എങ്ങനെയുണ്ടായിരുന്നു? ഞാനത് തബല വായിക്കുന്നത് ഞാൻ 5 വയസ്സിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എൻ്റെ നിഴല് പോലെ കൂടുതലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് തബല. അതിനുവേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ അതിലൊക്കെ ഉപരി ആ ഇൻസ്ട്രുമെന്റ് കൊണ്ട് നമ്മളെ സമൂഹത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ട് സമൂഹത്തിലെ യൂണിറ്റിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ആ കഴിവ് ഉപയോഗിച്ചത് മാത്രം. നിങ്ങളെപ്പോലുള്ള അവരുടെ സ്നേഹം അതിന് കുറേയും കൂടി എളുപ്പമായി എൻ്റെ ആ വിജയത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിപ്പോ അങ്ങനെ നമ്മൾ ഓരോ താളത്തിലാണ് ക്രമമുണ്ടോ? ഇന്ന താളത്തിൽ ചെയ്യണം
നമ്മുടെ ഗിന്നസിന്റെ നിയമപ്രകാരം ആദ്യത്തെ 4 മണിക്കൂർ വായിക്കുന്ന ഒരു താളങ്ങളും അടുത്ത 4 റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. അപ്പൊ നമ്മള് അതിന് കണക്കായ കൊണ്ട് പാട്ട് സെറ്റ് ചെയ്തു. ഈ പാട്ട് ചെയ്യുന്നത് ഓഡിയൻസിന് മടുപ്പ് വരാതിരിക്കാൻ വേണ്ടിയല്ലേ, തബല മാത്രം വായിച്ചാൽ മതി. പക്ഷെ നമ്മുടെ യൂണിറ്റിക്ക് കൂടി ആവശ്യം കൂടിയാണ് ഇത്രയും ആർട്ടിസ്റ്റുകൾ സഹകരണം. നിങ്ങളൊക്കെ അത് ഇഷ്ടാവും ചെയ്തല്ലോ അല്ലേ? താള് ആദ്യം വായിച്ചത് തീൻതാള്, ഗേർവ, ജത്താളൊക്കെ ഒരു കാറ്റഗറിയും, അടുത്ത കാറ്റഗറി നമ്മള് ദീപ് ചന്തി, ദാദര, രൂപക്കൊക്കെ ആ 2 സെക്ഷനായിട്ട് ചെയ്തത്. അല്ല എല്ലാ താളങ്ങളും വായിച്ചിട്ടുണ്ട്. എല്ലാ താളും ദാദര തീൻതാള് വായിച്ചിട്ടുണ്ട്. അതെ അതെ അതെ, അത് അവര് നിയമപ്രകാരം ചെയ്തു. അവര് ഒരു താളം 2 മിനിറ്റ് നീളം വേണം, അത് സ്റ്റാൻഡേർഡ് താളായിരിക്കണം എന്നൊക്കെയുള്ള നിയമങ്ങളുണ്ട് അവരെ. തീർച്ചയായിട്ടും നമുക്ക് സമൂഹത്തിൽ അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ റെഡിയാണ്. ഒരു യൂണിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുധീരന്റെ അവിടെ ഉണ്ടാവും. അതായത് കക്ഷി, രാഷ്ട്രീയ, ജാതി, മതങ്ങൾക്ക് അതീതമായ ഒരു കൂട്ടായ്മ അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് സത്യമാണ്. അത് കലാകാരൻ അതിന് ബാധ്യസ്ഥമാണ്. അതിന് കാരണം കലാകാരൻ രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരാളാണ്. ഓ തീർച്ചയായിട്ടും അതെ. പിന്നെ ഇതിനു വേണ്ടിയിട്ട് മെന്റലി ഒരുപാട് പ്രിപ്പറേഷൻ ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്. മെഡിറ്റേഷൻ പോലെയാണല്ലോ, മെഡിറ്റേഷൻ ആയിട്ട് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ, നമ്മൾ പ്രാരാബ്ദം നിറഞ്ഞ ജീവിതത്തിൽ അതിന് മെഡിറ്റേഷൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും. നിങ്ങളെപ്പോലുള്ള ആളുകളുടെ സ്നേഹം കൊണ്ട് നമുക്ക് തരണം ചെയ്യാൻ പറ്റി. ഫിസിക്കലി കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ചെറുപ്പം മുതലുള്ള ഒരു ദിനചര്യ ഉണ്ട്. നമ്മൾ തുറന്നു പറയാൻ സന്തോഷമുണ്ട്. നമ്മൾ ജീവിതത്തിൽ ലിക്കറൊന്നും ഉപയോഗിക്കാത്ത ഒരാളാണ്. അപ്പോൾ നല്ലൊരു എന്താ പറയാ, അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ സ്നേഹം ധാരാളം കിട്ടുന്നുണ്ട്. അപ്പോൾ അല്ലാതെ ഇതിനു വേണ്ടിയിട്ട് ഒരു തയ്യാറെടുപ്പൊന്നും ഒന്നും നടത്തിയിട്ടില്ല. കാരണം ഞാൻ ഏപ്രിൽ 2-ാം തീയതിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. 1-ാം തീയതി തന്നെ ശരിക്കും ഉറങ്ങാത്ത ഒരാളാണ് ഞാൻ. ആ ഉറക്കമൊക്കെ നിങ്ങളുടെ സ്നേഹം കൊണ്ട് അത് തരണം ചെയ്യാൻ എനിക്ക് പറ്റി. കുറച്ച് സമയങ്ങൾ ശരിക്കും അബ്നോർമൽ ആയിട്ടുണ്ട് ഞാൻ. എന്നിരുന്നാലും എന്നിട്ട് പോലും നിങ്ങളുടെ സ്നേഹം കൊണ്ട് അതെനിക്ക് തരണം ചെയ്യാൻ പറ്റി. മുമ്പ് 3 രാത്രിയും 3 പകല് 3 ഡേ 2005 ജനുവരി 25, 26, 27. അല്ല, നമ്മുടെ ഇതിനൊക്കെ ഉപരി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ചില കുട്ടികളോട് ചോദിക്കാറുണ്ട് ഉറങ്ങാതിരിക്കാൻ എന്താ ചെയ്യുന്നുള്ളത്. അപ്പൊ ചെറുപ്പത്തിലൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ബുക്ക് വായിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാതെ ഉറക്കൂ, കാരണം നമുക്ക് തീരെ താല്പര്യമില്ല വിഷയത്തിൽ. അപ്പൊ നമുക്ക് ഇത് ഇഷ്ടപ്പെട്ടൊരു വിഷയമാണ്. അതുകൊണ്ട് നമുക്ക് ഉറങ്ങാതിരുന്ന് ഇതിനോട് ലയിച്ചിരുന്ന് വായിക്കാൻ പറ്റുന്നുണ്ട് മനസ്സിന്റെ. അപ്പൊ ഇതിനൊക്കെ ഉപരി ഞാൻ പറയാനുള്ള ദൈവാധീനം എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. ദൈവാധീനം നമുക്ക് എല്ലാവർക്കും ദൈവം കഴിവ് തന്നിട്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ കഴിവ് നമ്മൾ കണ്ടെത്തുക, അത് സ്വയം ഉപയോഗപ്പെടുത്തുക, അത് സമൂഹത്തിന് പകർന്നു കൊടുക്കുക. അതെ ഒന്നാമത്തെ എന്താ പറയുക, സാധാരണ മനുഷ്യനാണല്ലോ. നമുക്ക് ഇത്രയും ദിവസത്തെ 6 ദിവസത്തെ ഉറക്ക്, അത്ര ദിവസത്തെ പകലത്തെ ക്ഷീണങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞത് പിന്നെയും പറയുന്നത്, നമുക്ക് ജനങ്ങളുടെ എന്താ പറയാ, ഈ ജന്മം മുഴുവനും കടപ്പാട് ആ സ്നേഹത്തിന് മുമ്പിലേ. കണ്ടിന്യൂസ് ഒന്നും നമ്മൾ ഈ ജീവിതത്തിലൊന്നും അത് പ്രായോഗികമല്ല. നമുക്ക് എന്താ പറയുക, ജീവിതത്തിനുള്ള വലിയൊരു കടമ്പയുണ്ടല്ലോ നമുക്ക് മുന്നിൽ. അപ്പൊ നമുക്ക് പ്രൊഫഷൻ അത്ര ഇതായിട്ട് എടുക്കുന്നില്ലേ സാധനം. നമ്മൾ പ്രൊഫഷൻ, ഞാൻ വള്ളിക്കുന്ന് ഒരു ചെറിയ സ്റ്റുഡിയോ, സൂര്യ സ്റ്റുഡിയോ നടത്തുന്ന ഒരാളാണ്. അപ്പം കാര്യമായിട്ട് പ്രാക്ടീസ് അങ്ങനെ അതിനായിട്ട് നീക്കി വെക്കുന്നൊന്നുമില്ല. കാരണം നമ്മൾ വേൾഡ് ഫേമസ് സാക്കിർ ഹുസൈനൊക്കെ 8 മണിക്കൂർ നമുക്കൊരു ദിവസം അദ്ദേഹത്തിന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ 8 മണിക്കൂറൊക്കെ അതിന് വേണ്ടി മാറ്റി വെച്ചാൽ നമ്മൾ ഫാമിലി പ്രയാസപ്പെടും. ഗുരുക്കന്മാർ ആദ്യം പഠിച്ചത് കടലുണ്ടിയുള്ള അയ്യപ്പൻ എന്ന് പറഞ്ഞ ഒരു ആളുടെ നിന്നാണ്. പ്രാഥമിക പാഠങ്ങൾ അവിടുന്ന് പഠിച്ചു. രണ്ടാമത് ഫറോക്കിലെ കർമ്മയന്ത്രൻ, അവരിപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഇപ്പം ഞാൻ പഠിക്കുന്നത് കോഴിക്കോട് ഭരതരാജ കീഴിലാണ്. അതെന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. ഹലോ ശ്രീജി ചേച്ചി, വിളിച്ചൊരു സന്തോഷം. നിങ്ങളുടെ സ്നേഹം എന്റെ പിന്നിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കത് സാധിക്കുന്ന വിശ്വാസമുണ്ട്. വിളിച്ചതിന് നന്ദി കേട്ടാ. ഓക്കെ. നമ്മുടെ കഴിഞ്ഞ കോളർ ശ്രീജി ചേച്ചിയായിരുന്നു. ഇനി വീട്ടിലെ എന്താ പറയാ, വീട്ടില് അച്ഛനമ്മ. അച്ഛൻ്റെ വീട് ശരിക്കും പന്തിരാങ്കാവാണ്.
അച്ഛൻ അവിടെ മാത്ര എന്ന് പറഞ്ഞ അവിടെ സ്ഥലത്ത് സ്കൂളിൽ ഹെഡ് മാഷായിരുന്നു. അമ്മ കടലുണ്ടി LP സ്കൂളിലെ ടീച്ചറായിരുന്നു. രണ്ടാളും റിട്ടയർഡാണ്. പിന്നെ എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചി വാണിയമ്പലം, നമ്മൾ മലപ്പുറം ജില്ലയുടെ ഒരു ബോർഡറായിട്ടുള്ള വാണിയമ്പലത്താണ്. അവർ ദുബായിലാണ് സെറ്റിൽ. പിന്നെ ഒരു ഏട്ടൻ വള്ളിക്കുന്ന് നമ്മളെ ഗവൺമെൻറ് സ്കൂളിൻ്റെ അടുത്ത് താമസിക്കുന്നു, വീട് വെച്ച് താമസിക്കുന്നു. പിന്നെ ഞങ്ങൾ 3 മക്കളാണ്. വീട്ടിൽ നിന്നുള്ള പ്രോത്സാഹനം വലിയൊരു ഘടകമാണ് ഈ ഇതിൻ്റെ കാര്യത്തിലേ. പാരമ്പര്യം ഞാൻ പറഞ്ഞില്ല, എന്താ പറയുക, അമ്മയുടെ അച്ഛനാണ് നമ്മൾ ശരിക്കും റോൾ മോഡൽ. അമ്മയുടെ അച്ഛനാണ്. അമ്മാവന്മാരൊക്കെ ആർട്ടിസ്റ്റുകളാണ്. അവരെ സപ്പോർട്ടിങ് ഇന്നും കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു സ്നേഹം. മകൻ തബല വായിക്കാൻ പഠിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ അതിലുപരി മകൻ നല്ലൊരു കവി കൂടിയാണ്. 10-12 കവിത സ്വന്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിന്റെ ചെറിയൊരു വർക്കുകൾ കൂടിയാണ്. തബല പിന്നീട് നമുക്ക് പഠിച്ചെടുക്കാം, ആർക്കും പഠിക്കും. ഇത് ഒരു റെയർ ആയിട്ടുള്ള കഴിവാണ്. തീർച്ചയായിട്ടും ഇതിൽ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. ഹലോ, കോള് കട്ടായി പോയി തോന്നുന്നു. മകൻ പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഒരു 2 വർഷമായിട്ടുണ്ട്. കവിതയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ധാരാളം ബുക്കുകളൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ട്. മകൻ ഇപ്പം 4th എക്സാം കഴിഞ്ഞു. മകള് 90 ദിവസമായിട്ടുള്ളൂ. മകളുടെ പേര് റേല എന്നിട്ട്. ഈ റേല എന്നിടാൻ കാരണം തബലയുടെ ഒരു ഇമ്പോർട്ടന്റ് താളം കൂടിയാണ് റേല. അപ്പൊ റേല സുധീർ. ഹലോ, വിഷു ആശംസകൾ. ആരാണ് വിളിക്കുന്നത്? പ്രദീപ് കുമാർ. എവിടുന്നാ? പരുത്തിക്കാടുന്ന്. ഓക്കെ, സംസാരിച്ചോളൂ. പ്രദീപ് ജി പറയൂ. നമസ്കാരം. ഹലോ ഹലോ. ഓക്കെ. പ്രദീപ് ജി വോളിയം ഒന്ന് കുറയ്ക്കോ? പ്രദീപ് ജി വോളിയം ഒന്ന് കുറച്ച് വെക്കോ? ഓക്കെ. പറയൂ പ്രദീപ് ജി. ഓക്കെ. എന്താ മോന്റെ പേരെന്താ? ആയിക്കോട്ടെ, സന്തോഷം കേട്ടാ. മോനെ ഇഷ്ടമായ പരിപാടി? ഓക്കെ, അറിഞ്ഞ സന്തോഷം കേട്ടാ. ഓക്കെ, അച്ഛനെ കൊടുക്ക ഫോൺ. ഹലോ, പറയൂ പ്രദീപ് ജി. പ്രദീപ് ജി പ്രോഗ്രാമൊക്കെ ഇഷ്ടമായോ? ഇഷ്ടമായി. ഓക്കെ, അതറിഞ്ഞൊരു സന്തോഷം. കുഴപ്പമില്ല, എങ്ങനെ പോകുന്നു? ഇത് എത്ര സമയം എന്നുള്ളത് 1 hour-ആണ്, 1 മണിക്കൂറാണ്. കഴിഞ്ഞ ഓണത്തിന് ഇതേപോലെ വന്നിരുന്നുണ്ട്. വീണ്ടും ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടി. അന്ന് 1 മണിക്കൂർ 1.5 മണിക്കൂറായി മാറിയിട്ടുണ്ട്. എന്താ സ്ഥിതി എന്ന് എനിക്കറിയില്ല. എങ്ങനെ ഇല്ല, അത് മന്ത്രിയുടെ ഒഴിവ് കറക്റ്റ് അറിഞ്ഞില്ല. 26-ആണോ സംശയമുണ്ട്. 26 അവരറിയിക്കാം. എന്തായാലും വരണം, തീർച്ചയായിട്ടും വരണം കേട്ടോ പരിപാടിക്ക്. അപ്പൊ അന്നത്തെ സ്നേഹം വീണ്ടും തരണം. വലിയൊരു വിജയമാക്കി മാറ്റണം നമുക്കത്. ഓക്കെ, വിളിച്ചത് സന്തോഷം കേട്ടോ. എല്ലാവർക്കും വിഷുദിനാശംസകൾ. ഓക്കെ. നമ്മുടെ കഴിഞ്ഞ പ്രദീപ് ചേട്ടനായിരുന്നു. അപ്പോൾ നമുക്ക് ഇനിയും കൂടുതൽ വിശേഷങ്ങൾ അറിയാനുണ്ട്. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള.